ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ആദ്യം ഹെന്ന പേസ്റ്റ് ആക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് 100 ഗ്രാം ഹെന്ന പേസ്റ്റ് ആക്കുന്നത്. സോ അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പാർട്ട് 2 ഇടാൻ പറ്റിയിട്ടില്ല. സോ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞിട്ടുണ്ടായത് 100 ഗ്രാം ഹെന്ന പേസ്റ്റിൻ്റെ പാർട്ട് 2 ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഐ എം സോ ഹാപ്പി ദാറ്റ് ഒരാളെങ്കിലും വീഡിയോ കാണുന്നുണ്ടല്ലോ വെച്ചിട്ട്. സോ ഞാനിന്ന് 50 ഗ്രാം ഹെന്ന പേസ്റ്റ് ആക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് 50 ഗ്രാം ഹെന്ന പൗഡർ ഇടുക. 50 ഗ്രാം ഹെന്ന പൗഡറിന് നമ്മൾ 25 ഗ്രാം ഷുഗറാണ് നമ്മൾ ഇടൽ. 20 ഗ്രാം ഷുഗർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 25 ഗ്രാം ഷുഗറാണ് ഇടാറ്. പിന്നെ ഒരു കാര്യം, ബിഗിനേഴ്സ് ആണെങ്കിൽ 50 ഗ്രാം ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൗഡറും ഷുഗർ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ആക്കണം. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒരു പേസ്റ്റ് പോലെ ആക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം കൂടുതലാവാണ്ട് നോക്കണം. കാരണം നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എസെൻഷ്യൽ ഓയിലാണ് ഒഴിക്കുന്നത്. എസെൻഷ്യൽ ഓയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടീ ട്രീൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. 15 ml എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ 50 ഗ്രാം ഹെന്ന പൗഡറിന് യൂസ് ആക്കേണ്ടത്. ഇനി നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഡേ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് 8 hours ആണ് മിനിമം വെക്കേണ്ടത്. ഇതിപ്പോൾ 24 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചൂട് കാലത്ത് നമ്മൾ 8 മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത്. തണുപ്പ് കാലത്ത് നമ്മൾ 24 hours വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ പിന്നെ ഞാൻ വേഗം തന്നെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങ് പോകുന്നത്. ഞാനിവിടെ ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റത്തെ കാര്യം, ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള പാത്രം വെച്ചിട്ട് വേറൊരു സാധനം നമ്മൾ ആക്കാൻ പറ്റില്ല. ഹെന്ന പേസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പാത്രം യൂസ് ചെയ്യണം. അതിൻ്റെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഹെന്നേൻ്റെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കേണ്ടത്. വലിയ ക്വാണ്ടിറ്റിയിലാക്കാൻ നോക്കി ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും. ഫസ്റ്റ് ബിഗിനേഴ്സ് ആയ സ്ഥിതിക്ക് ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം. അത് നല്ലതാണോ, അത് ഓക്കെ ആണോ നിങ്ങളുടെ സ്കിന്നിനുള്ളതും അത് മറ്റുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ശ്രദ്ധിക്കണം. പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ യൂസ് ആക്കണം. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യാം. പിന്നെ ഇതൊക്കെ അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേജിൽ നമ്മൾ ഹെന്ന മിക്സിംഗ് ക്ലാസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ കംപ്ലീറ്റ് ബേസിക് മുതൽ നമ്മൾ ഓൺലൈൻ വഴി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കും മെസ്സേജ് അയച്ചിട്ട് പറയാം. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പാർട്ട് 2 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിന് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പാർട്ട് 2 ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരി, ബൈ.